തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ബലീ പ്രദേശത്ത് നിന്നും 2 ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. അവർ രണ്ടുപേരും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. എന്നാൽ അതിൽ ഒരു വ്യക്തി തൻ്റെ സഹോദരനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുകയും ഷഹീദാവുകയും ചെയ്തു. 1 വർഷത്തിനു ശേഷം രണ്ടാമത്തെ വ്യക്തിയും മരണപ്പെട്ടു. തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ വാതിലിങ്കൽ നിൽക്കുന്നതായി സ്വപ്നം കണ്ടപ്പോൾ അവരെ രണ്ടുപേരെയും ഞാൻ അവിടെ കണ്ടു. സ്വർഗത്തിൽ നിന്നും ഒരാൾ പുറത്തു വന്നുകൊണ്ട് അവസാനം മരിച്ച വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. ശേഷം അദ്ദേഹം വീണ്ടും വരികയും ആദ്യം മരിച്ച വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. ശേഷം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോകണം, നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ല. തൽഹ റളിയല്ലാഹു അൻഹു രാവിലെ ഈ സംഭവം ജനങ്ങളോട് പറഞ്ഞു. ഈ സംഭവത്തിൽ അവർ അത്ഭുതം കൂറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വാർത്ത എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാര്യം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതിലെ ആദ്യത്തെ വ്യക്തിയായിരുന്നു കൂടുതൽ കഠിനാധ്വാനം ചെയ്തത്. പിന്നെ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒന്നാമത്തെ വ്യക്തിയുടെ മരണശേഷം രണ്ടാമത്തെ വ്യക്തി 1 വർഷം കൂടി ജീവിച്ചില്ലേ? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു റമദാൻ അധികം ലഭിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ആ വർഷത്തിൽ ഇത്ര നമസ്കാരം നിർവഹിക്കുകയും ചെയ്തില്ലേ? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അപ്പോൾ അവർക്ക് 2 പേർക്കുമിടയിൽ ആകാശഭൂമികളുടെ ദൂരമുണ്ട്. ഇബ്നു മാജ 3925.